നമസ്തേ, ഞാൻ വിജേന്ദ്രകുമാർ, ശിവഗിരി സംരക്ഷണ സംഘം ചെയർമാൻ. മെയ് 20 ശ്രീമദ് അമൃതാനന്ദ സ്വാമിജിയുടെ സമാധിയുടെ വാർഷിക ദിനമാണ്. ഒരു സന്യാസി എങ്ങനെയായിരിക്കണം, ഒരു സന്യാസി എന്താണ് എന്നുള്ളതിൻ്റെ നേർചിത്രമായിരുന്നു അമൃതാനന്ദ സ്വാമിജി. സ്വാമിജി ശിവഗിരി മഠത്തിന്റെ ബ്രാഞ്ച് സ്ഥാപനങ്ങളിലെല്ലാം തന്റെ സേവനം സ്തുത്യർഹമാവണ്ണം നിർവഹിച്ചിരുന്നു. എന്റെ ശ്രദ്ധയിൽ അദ്ദേഹം കൂടുതൽ പെടുന്നത് ചെമ്പഴന്തി ഗുരുകുലത്തിൽ, ഗുരു ജനിച്ച വയൽവാരം വീട് ഉൾക്കൊള്ളുന്ന ഗുരുകുലത്തിൽ സേവനം അനുഷ്ഠിക്കുമ്പോഴാണ്. ഇത്രയേറെ നിഷ്ഠയോടുകൂടി, ആത്മാർപ്പണത്തോടുകൂടി ഒരു സന്യാസി ഏത് രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കണമോ ആ രീതിയിൽ പ്രവർത്തിക്കുകയും ഗുരുദേവന്റെ ജയന്തി സ്ഥലത്ത് വളരെയധികം കാര്യക്ഷമമായ രീതിയിൽ, മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ശിവഗിരി മഠത്തിന്റെ, ശിവഗിരി ധർമ്മസംഘ ട്രസ്റ്റിന്റെ ട്രഷറർ സ്ഥാനം ഏറ്റെടുക്കുകയും അതിൽ ചെറിയ തർക്കം വന്നപ്പോൾ തന്നെ അധികാരം എനിക്ക് ഒരു തൃണത്തിന് സമമാണെന്ന് പറഞ്ഞ് അത് ത്യജിച്ച് യഥാർത്ഥ സന്യാസത്തിന്റെ പാതയിൽ അദ്ദേഹം രമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. നേരം പുലരുമ്പോൾ ശിവഗിരി മഠത്തിൽ തന്നെ പിന്നെ സമാധി സമയം വരെ താമസിച്ച അദ്ദേഹം നേരം പുലരുമ്പോൾ ദിവസ ആരംഭം ശിവഗിരി മഹാസമാധിക്ക് മുന്നിൽ അനേകം വട്ടം പ്രദക്ഷിണം, വൈകുന്നേരം വീണ്ടും ദിനചര്യയുടെ അവസാന സമയം അതുപോലെ തന്നെ തനിയാവർത്തനം, ശിവഗിരി മഹാസമാധിക്ക് മുന്നിൽ ഒത്തിരി തവണ പ്രദക്ഷിണം. അങ്ങനെയായിരുന്നു സ്വാമിജിയുടെ നിഷ്ഠ. അല്പാഹാരവും ജീർണ വസ്ത്രവും എല്ലാം കൊണ്ടും വരുന്ന ഭക്തജനങ്ങൾക്ക് നിറചിരിയോടുകൂടി സ്വീകരിച്ച് അനുഗ്രഹിച്ച് സമൂഹത്തിന് മൊത്തം നന്മ പകർന്ന് എപ്പോഴും കണ്ടാലും പുഞ്ചിരിയോടുകൂടി നടക്കുന്ന സ്വാമിജി, നടക്കുമ്പോൾ പോലും ഒരു ഉറുമ്പിന് പോലും ഒരു പീഡ ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ശ്രദ്ധിച്ച് നടക്കുന്ന കാഴ്ച. ഒരു സന്യാസി എന്താണെന്ന് വെച്ചാൽ അത് അമൃതാനന്ദ സ്വാമിജി കാട്ടിത്തന്നു എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ശ്രീമദ് അമൃതാനന്ദ സ്വാമിജി ആ ചെമ്പഴന്തി ഗുരുകുലത്തിന്റെ ചുമതലയിലിരുന്ന കാലത്താണ് വയൽവാരം വീടിനെ സംരക്ഷിക്കുകയും ആ സംരക്ഷണത്തിന് വേണ്ടി ശ്രീ ഗോകുലം ഗോപാൽ അദ്ദേഹത്തെ കൊണ്ട് ഒരു വലിയ സംരക്ഷണ കവചം, ഒരു ബഹുനില ബിൽഡിംഗ് പോലെ ഒരു സംരക്ഷണ കവചം അതിന് രൂപവൽക്കരിക്കുകയും വയൽവാരം വീടിന് ചുറ്റാതെയുള്ള മുറ്റം ഉൾപ്പെടെ പാറയാൽ അലങ്കൃതമാകുന്ന രീതിയിൽ അത്യധികം മനോഹരമായി അത് സംരക്ഷിക്കുന്നതിന് മുൻകൈയെടുത്ത് നിശ്ചയദാർഢ്യത്തിലൂടെ നടപ്പാക്കിയതും അമൃതാനന്ദ സ്വാമിജിയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ സമാധി വാർഷിക ദിനത്തിന് ഒരുപാട് ശ്രദ്ധാഞ്ജലി, ഒരുപാട് ആദരവ്, എന്ത് പറയണമെന്നറിയില്ല, അത്രയധികം ആദരവോടുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജയ് ശിവഗിരി.